വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് തിരുമുഖത്തേക്ക് നോക്കുന്നു. എന്നും ഞങ്ങളോട് ഹൃദ്യമായി സംസാരിച്ചിട്ടുള്ള ദൈവമാണ്. ഇന്നും അടിയങ്ങളോട് ഇടപെടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വചനത്തിന്റെ ശക്തി ഞങ്ങൾക്ക് അനുഭവിപ്പാൻ, അങ്ങയുടെ വചനത്തിന്റെ ആ പ്രവൃത്തി ഞങ്ങളിൽ നടക്കുവാൻ തക്കവണ്ണം കർത്താവേ ഞങ്ങളെ സഹായിക്കണം. അതിനായി ഞങ്ങളുടെ ശരീരാത്മദേഹികളെ ഒരുക്കി ഇരുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വചനം അതിൻ്റെ പൂർണ്ണ അളവിൽ വെളിപ്പെട്ട് ക്രിയ ചെയ്യുമ്പോൾ അത് എന്നിൽ ക്രിയ ചെയ്യുവാൻ കർത്താവെ, കേൾക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളിലും ഈ വചനം അനുഗ്രഹമായി വെളിപ്പെടുവാൻ സ്വർഗമേ സഹായിച്ചാട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അതിന് തക്കൊണ്ട് ഞങ്ങളുടെ ശരീരത്തെ ഒരുക്കിക്കാട്ട്, ഞങ്ങളുടെ മനസ്സിനെ ഒരുക്കിക്കാട്ട്, ഞങ്ങളുടെ ആത്മാവിനെ ഒരുക്കണമേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, ഹല്ലേലൂയ. നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഈ വചനം എന്ത് പദ്ധതിയോടെ ഞങ്ങളുടെ നടുവിലേക്ക് അങ്ങ് അയക്കുന്നുവോ കർത്താവേ, ആ പദ്ധതി ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കുവാൻ തക്കൊണ്ട് ഞങ്ങൾ ഇരിക്കുന്ന ഈ വചനം കേൾക്കുവാനായി ഞങ്ങൾ ഇരിക്കുന്ന ഈ അറ്റ്മോസ്ഫിയറിനെ ഞങ്ങൾക്കൊന്ന് ഒരുക്കി തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അപ്പച്ചാ, ഹല്ലേലൂയ, സ്തോത്രം. വചനത്തിന് ശക്തിയുണ്ട്, വചനത്തിനകത്ത് ജീവനുണ്ട്, വചനത്തിനകത്ത് ആശ്വാസമുണ്ട്, വചനത്തിനകത്ത് കർത്താവേ, ഹല്ലേലൂയ, സ്തോത്രം. അതൊരു കത്തിയായി വെളിപ്പെട്ടാൽ ഞങ്ങളുടെ ബന്ധനങ്ങളെ അറുത്തു കളയുന്ന ഒന്നായി അത് മാറുമെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമായി ഒന്ന് വെളിപ്പെടുത്തുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിനായി ഞങ്ങളെ ഒരുക്കിക്കാട്ട്. യേശു ക്രിസ്തു മുഖാന്തരം ഞങ്ങൾ ഒരുമിച്ച് അങ്ങയോട് ചോദിക്കുന്നു, കൃപ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ഗോഡ്. വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. വളരെ പരിചയമുള്ള, പല പ്രാവശ്യം കേട്ടിട്ടുള്ള ഒരു ദൈവവചനമാണ് നാം ചിന്തിക്കുന്നത്. എന്നാൽ വളരെയധികം പ്രതീക്ഷയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. കർത്താവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, കർത്താവേ, ഈ വചനം എൻ്റെ ജീവിതത്തിൽ എനിക്കൊന്ന് അനുഭവിക്കണം. എനിക്ക് വെറുതെ കേട്ടാൽ പറ്റത്തില്ല. ഈ വചനത്തിന്റെ ശക്തി, ഈ വചനത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത്, ഈ വചനത്തിലൂടെ ഞങ്ങൾക്ക് തരുവാൻ അങ്ങ് പദ്ധതി ഇട്ടിരിക്കുന്നത് അനുഭവിക്കുവാൻ തക്കവണ്ണം കർത്താവേ, ഹല്ലേലൂയ, ഇന്ന് ഞങ്ങളെ ഒരുക്കി ഇരുത്തുമാറാകണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 27-ാമത്തെ അധ്യായം, 27-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യം. മാത്യു ചാപ്റ്റർ 27 വേഴ്സ് 25. നമുക്കറിയാം ഇത് സംഭവിക്കുന്ന ആ സാഹചര്യം, ആ സമയം ഒക്കെ നമുക്കറിയാം. യേശു ക്രിസ്തുവിനെ ക്രൂശിക്കുവാൻ തക്കവണ്ണം ഗത്സമനയിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയി ഗബഥയിലേക്ക് കൊണ്ടുപോയതിനു ശേഷം നടക്കുന്ന വിസ്താരങ്ങളുടെ ഇടയിൽ സംഭവിച്ച ഒരു 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 സംഭവമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ യഹൂദന്മാരാണ് ഇത് വിളിച്ചു പറയുന്നത്. യഹൂദന്മാർ പറയുകയാണ്, അയ്യോ, പീലാത്തോസ് വന്ന്, ഒരു അന്യജാതിക്കാരൻ വന്ന് പറയുകയാണ്, ഇവനിൽ കുറ്റമൊന്നും ഞാൻ കാണുന്നില്ല, ഇവനെ ശിക്ഷിക്കുവാൻ എനിക്ക് കഴിയത്തില്ല, ഒരു കുറ്റവും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല എന്ന് പറയുമ്പോൾ അവനെ ക്രൂശിക്കണം എന്ന് പറഞ്ഞ് യഹൂദന്മാർ വളരെയധികം ആരവാരം ഉയർത്തുമ്പോൾ പീലാത്തോസ് കൈ കഴുകി, ഇവന്റെ രക്തത്തിനകത്ത് എനിക്ക്, ഈ നീതിമാന്റെ രക്തത്തിനകത്ത് എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞ് പീലാത്തോസ് കൈ കഴുകുകയാണ്. അന്യജാതിക്കാരനായിരിക്കുന്ന ഒരുവന് പോലും ഈ നീതിമാന്റെ ഈ രക്തം നീതിമാന്റേതാണെന്നുള്ളത് മനസ്സിലായപ്പോഴും, ഹല്ലേലൂയ, സ്തോത്രം, അവനെ ചേർത്ത് പിടിക്കേണ്ടുന്നവർക്ക് അവനെ നീതിമാനായി, യേശുവിനെ നീതിമാനായി കാണാൻ കഴിയാതെ പോയി. അവിടെ ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? അവിടെ യേശുവിന്റെ രക്തം വാസ്തവത്തിൽ പുറത്തു വന്നിട്ടില്ല. പീലാത്തോസ് കരം കഴുകുമ്പോൾ യേശുവിന്റെ രക്തം യേശുവിന്റെ ശരീരത്തിൽ തന്നെ ഇരിക്കുന്നേ ഉള്ളൂ. അതിന് അടിച്ചിട്ടില്ല, പുറം ഉഴവുചാല് പോലെ ഉഴുതിട്ടില്ല, ഗബഥയിൽ യേശുവിന്റെ രക്തം ചിന്തിയിട്ടില്ല, കാൽവറിയിൽ ചിന്തിയിട്ടില്ല, ഇതൊന്നും സംഭവിച്ചിട്ടില്ല.
പക്ഷെ അതിനു മുമ്പ് തന്നെ പീലാത്തോസ് ഡിക്ലെയർ ചെയ്യുകയാണ്, ഈ രക്തത്തിന് എന്തോ പ്രത്യേകതയുണ്ട്. ഞാൻ ധാരാളം പേരെ വിധിച്ചിട്ടുണ്ട്, ഞാൻ ധാരാളം പേരെ ക്രൂശിക്കുവാനായി അയച്ചിട്ടുണ്ട്, ഞാൻ ധാരാളം കുറ്റവാളികളെ കണ്ടിട്ടുണ്ട്. പക്ഷേ അവരുടെ ഒന്നും രക്തത്തിനില്ലാത്ത, അവരുടെ ഒന്നും സിരകളിലൂടെ ഓടുന്ന രക്തത്തിനില്ലാത്ത എന്തോ ഒരു പ്രത്യേകത ഈ മനുഷ്യന്റെ രക്തത്തിനകത്തുണ്ട് എന്ന് ജാതീയനായ ഒരു മനുഷ്യന് മനസ്സിലാകുവാൻ കഴിയും. നമുക്ക് ദൈവത്തിന് സ്തോത്രം കരയറ്റാം. ഹല്ലേലൂയ. യഹൂദന് മനസ്സിലാകാതിരുന്ന ആ വാല്യൂ ഓഫ് ഹിസ് ബ്ലഡ്. ഹല്ലേലൂയ, സ്തോത്രം. ഏറ്റവും അടുത്തു നിന്ന് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട, ദൈവത്താൽ നടത്തപ്പെട്ട, ദൈവം സ്വന്തമെന്ന് വിളിച്ച ഈ ഭൂമിയിൽ ഒരു ജാതി ഉണ്ടെങ്കിൽ അത് ഇസ്രായേലാണ്, അത് യഹൂദനാണ്. അവന്റെ ഹൃദയത്തിന്, അവന്റെ കണ്ണിന് മറഞ്ഞിരുന്ന ഒരു കാര്യം, ജാതിയായിരുന്ന, ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാതിരുന്ന, പറമ്പിൽ എറിയപ്പെട്ടിരുന്ന, ഒരു വിധത്തിലും ഇത് മനസ്സിലാക്കുവാൻ ഇല്ലാത്ത, അതിന് തക്കമുള്ള ബുദ്ധിയില്ലാത്ത, അതിന് തക്കമുള്ള കഴിവില്ലാത്ത, അതിന് തക്കമുള്ള പ്രകാശനമുള്ളിൽ ലഭിച്ചിട്ടില്ലാത്ത, ഇരുളിൽ ജീവിച്ചുകൊണ്ടിരുന്ന, അന്ധകാരത്തിൽ ജീവിച്ചുകൊണ്ടിരുന്ന, പൈശാചികന്റെ അടിയിൽ ജീവിച്ചുകൊണ്ടിരുന്ന, നരകത്തിന് വേണ്ടി വിധിക്കപ്പെട്ട ജാതീയനായിരിക്കുന്ന എനിക്കും നിങ്ങൾക്കും മനസ്സിലാക്കുവാൻ സ്വർഗം തന്ന കൃപയ്ക്കായി നമുക്ക് സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ, സ്തോത്രം. പീലാത്തോസ് പറയുകയാണ്, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. പക്ഷേ ഇവരുടെ റെസ്പോൺസ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച്. ഇവര് പറയുകയാണ്, അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ എന്ന് ജനമൊക്കെയും ഉറക്കെ പറഞ്ഞു. At the top of their voice they declared something. അവർക്കെടുക്കാൻ പറ്റുന്ന ശബ്ദത്തിന്റെ അങ്ങേയറ്റത്ത്, അത്യുച്ചത്തിൽ, അവരുടെ മുഴുവൻ ശക്തി ഉപയോഗിച്ച്. അങ്ങനെ ആയിരിക്കത്തില്ലേ അവര് പറഞ്ഞത്? ആ സിറ്റുവേഷൻ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിക്കേ. പീലാത്തോസ് അധികാരമുള്ളവനാണ്, അവനെ കൊണ്ട് ഇത് എങ്ങനെയെങ്കിലും ചെയ്യിപ്പിക്കണം. അപ്പം എത്രമാത്രം വൈരാഗ്യത്തോടെ, എത്രമാത്രം ശക്തിയോടെ, എത്രമാത്രം അവരുടെ ബലം മുഴുവൻ ഉപയോഗിച്ച്, ശബ്ദം മുഴുവൻ ഉപയോഗിച്ചായിരിക്കും ഈ യഹൂദൻ ഇത് വിളിച്ചു പറയുകയാണ്, അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ. യഹൂദൻ ഇതൊരു ശാപമായിട്ടാണ് അവന്റെ മേൽ വന്ന് വീണത്, അല്ലേ? എനിക്ക് നിങ്ങൾക്കും അറിയാം. യേശുവിന്റെ രക്തം അവന്റെ മേൽ, അവന്റെ മക്കളുടെ മേൽ ശാപമായി വന്ന് വീണപ്പോൾ ഇതേ സ്റ്റേറ്റ്മെന്റ് യേശുവിന്റെ രക്തത്തിന്റെ വില അറിയാവുന്ന എനിക്കും നിങ്ങൾക്കും അനുഗ്രഹമായി നമ്മുടെ മേലും നമ്മുടെ തലമുറകളുടെ മേലും വിളിച്ചു പറയാൻ കഴിയും. സ്തോത്രം. അവർ പറഞ്ഞു, യേശുവിന്റെ രക്തം, ഈ ശപിക്കപ്പെട്ടവന്റെ രക്തം. അവരങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്, തന്നെ തന്നെ ദൈവത്തോട് സമനാക്കിയവന്റെ രക്തം. അവരെ സംബന്ധിച്ചിടത്തോളം യേശു ഒരു ശാപമാണ്, മനുഷ്യരെ തെറ്റിച്ചു കളയുന്നവനാണ്. അങ്ങനെയുള്ള ഒരുവന്റെ രക്തം ഞങ്ങളുടെ മേൽ വന്നോട്ടെ, ആ കുറ്റം ഞങ്ങളങ്ങ് വഹിച്ചോളാം എന്നാണ് അവർ പറയുന്നത്. എന്നാൽ ഇന്ന് നാം ചിന്തിക്കുവാൻ പോകുന്നത് യേശുവിന്റെ രക്തത്തിന്റെ ചില പ്രത്യേകതകളാണ്. അത് ഓരോന്നും നാം ചിന്തിക്കുമ്പോൾ ആ രക്തത്തിലൂടെ എനിക്കും നിങ്ങൾക്കും ലഭ്യമാകാവുന്ന ആ നന്മ, ആ അനുഗ്രഹം, ആ വിടുതൽ വിളിച്ചു പറയണം, എന്റെ മേലും എന്റെ മക്കളുടെ മേലും വരുമാറാകട്ടെ. യേശുവിന്റെ രക്തത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം നോക്ക്. യേശുവിന്റെ രക്തത്തിന്റെ ആദ്യത്തെ പ്രത്യേകത എന്താണെന്നറിയാമോ? അവിടെ നമുക്ക് വായിക്കാനായിട്ട് കഴിയുന്നു, യേശുവിന്റെ രക്തം 6-ാം വാക്യത്തിൽ, മലയാളത്തിൽ 6-ാം വാക്യത്തിലാണ്, നമ്മുടെ പാപം പോക്കി നമ്മെ തന്റെ രക്തത്താൽ വിടുവിച്ചു. അതായത് നമ്മെ പാപത്തിൽ നിന്ന് വിടുവിക്കുന്ന രക്തമാണ് യേശുവിന്റെ രക്തം, അല്ലെ? പാപത്തിൽ നിന്ന് വിടുവിക്കുന്ന രക്തം. പക്ഷേ ആ പാപത്തിൽ നിന്ന് വിടുവിക്കുന്നവന്റെ രക്തമെന്ന് ഒറ്റ വാക്കിൽ പറയാതെ
വെളിപ്പാട് പുസ്തകം എഴുതുമ്പോൾ അപ്പോസ്തലൻ എഴുതുകയാണ്, അവൻ ആരാണ്? വിശ്വസ്ത സാക്ഷിയുടെ രക്തം. ഹല്ലേലൂയ. മരിച്ചവരിൽ ആദ്യജാതനായവന്റെ രക്തം, നമ്മെ സ്നേഹിക്കുന്നവന്റെ രക്തം, നമ്മുടെ പാപം പോക്കുന്നവന്റെ രക്തം, ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരുമാക്കി വെക്കുന്നതിന്റെ രക്തം. ഹല്ലേലൂയ, സ്തോത്രം. ആ രക്തത്തിന്റെ പ്രത്യേകതയൊന്ന് ചിന്തിച്ചേ. ഞാൻ ഇതിനു മുമ്പ് ആ ഭാഗം നിങ്ങളോട് പങ്കുവെച്ചിട്ടുണ്ട്. നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കുന്ന രക്തം. നമ്മെ രാജ്യത്തിലെ ഒരു പ്രജയല്ല. ദ ബ്ലഡ് ഓഫ് ജീസസ് ഓർ ജീസസ് കൺവേർട്സ് us. നമ്മളെ ഹല്ലേലൂയ ഒരു നേഷനാക്കി മാറ്റി വെക്കും, നമ്മെ രാജാക്കന്മാരാക്കി മാറ്റി വെക്കും. അപ്പോ ഇന്ന് നാം ആദ്യം ചിന്തിച്ച് കൺഫസ് ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്നറിയാമോ? കർത്താവേ, ഈ രക്തം, വിശ്വസ്ത സാക്ഷിയുടെ രക്തം, മരിച്ചവരെ ആദ്യജാതന്റെ രക്തം, എന്നെ സ്നേഹിക്കുന്നവന്റെ രക്തം, എന്നെ രാജ്യവും പുരോഹിതനും ആക്കി വെക്കുന്നവന്റെ രക്തം, എന്റെ പാപം പോക്കി എന്നെ പാപത്തിന്റെ ആ കരങ്ങളിൽ നിന്ന് എന്നെ വിടുവിക്കുന്ന ആ രക്തം എന്റെ മേലും എന്റെ മക്കളുടെ മേലും വരുമാറാകട്ടെ. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇത് കൺഫസ് ചെയ്യണം. അവരെങ്ങനെയാണോ അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ എന്ന് വിളിച്ചു പറഞ്ഞത്, അതേപോലെ ശക്തിയോടെ ഇതിന്റെ ആഴ മനസ്സിലാകുന്നവർ ഹല്ലേലൂയ കഴിയുമെങ്കിൽ നിങ്ങൾ ഇരു കരങ്ങളും ഉയർത്തി, നിങ്ങളായിരിക്കും സ്ഥാനത്ത് നിങ്ങൾക്ക് മുട്ടുകുത്തണമെങ്കിൽ മുട്ടുകുത്താം. ഹല്ലേലൂയ, നിങ്ങൾക്ക് ശബ്ദത്തിൽ ഹല്ലേലൂയ കർത്താവിനോട് പറയാം, വിശ്വസ്ത സാക്ഷിയായവന്റെ, മരിച്ചവരിൽ നിന്ന് ആദ്യജാതനായവന്റെ, എന്നെ സ്നേഹിക്കുന്നവന്റെ, ഹല്ലേലൂയ എന്നെ രാജ്യവും പുരോഹിതനും ആക്കി വെക്കുന്നവന്റെ, എന്റെ പാപം പോക്കി ഞങ്ങളെ ശുദ്ധീകരിക്കുന്നവന്റെ, പാപത്തിൽ നിന്ന് വിടുവിക്കുന്നവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരുമാറാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഈ രക്തം ഹല്ലേലൂയ ഇത് കൺഫസ് ചെയ്യുമ്പോൾ തന്നെ ഈ രക്തം നമ്മുടെ വീട്ടിനകത്തൂടെ ഒഴുകുന്നത് കാണണം. ഈ രക്തം നമ്മളുടെ മക്കളുടെ മേൽ വരുന്നത് കാണണം. ഹല്ലേലൂയ, നമുക്ക് ഒരുമിച്ച് കർത്താവിനോട് പറയാം, കർത്താവേ ഹല്ലേലൂയ, വിശ്വസ്ത സാക്ഷിയായവന്റെ രക്തം എന്റെ മക്കളുടെ മേൽ വന്നാൽ അവരും വിശ്വസ്ത സാക്ഷിയായി ഹല്ലേലൂയ ഭൂമിയിലും നിത്യതയിലും നിൽക്കുവാൻ ഇടയായി. ഹല്ലേലൂയ, എന്നെ സ്നേഹിക്കുന്നവന്റെ രക്തം അവന്റെ മേൽ വന്നു, പാപം പോക്കി എന്നെ വിടുവിക്കുന്നവന്റെ രക്തം വന്ന ഓ റഹഷ്മനാഥുരി രാജ്യവും പുരോഹിതനും ആക്കി വെക്കുന്നവന്റെ രക്തം വന്നാൽ അവർ രാജ്യമായി മാറും, അവർ പുരോഹിതന്മാരായി മാറും. ഈ രക്തം ഒരുമിച്ചൊന്ന് വിശ്വാസത്തോടെ പറയാമോ? ഈ രക്തം ഞങ്ങളുടെ മേൽ ഞങ്ങളുടെ മക്കളുടെ മേൽ വരുമാറാകട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. എഫെസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിലേക്ക് പോകുമ്പോഴും ഈ രക്തത്തിന്റെ ഇതേ പ്രത്യേകത നമുക്ക് കാണുവാനായിട്ട് കഴിയും. പാപം പോക്കുന്ന രക്തം, നമ്മെ വിടുവിക്കുന്ന രക്തം. 1-7 ഇങ്ങനെ വായിക്കുന്നു, അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. ഹല്ലേലൂയ, ഒരുമിച്ചൊന്ന് ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം പറയാൻ കഴിയുമോ? കർത്താവേ ഹല്ലേലൂയ, അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പ് നൽകാൻ കഴിയുന്ന യേശുവിന്റെ രക്തം, അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പ് നൽകാൻ കഴിയുന്ന യേശുവിന്റെ രക്തം, ഞങ്ങളുടെ പാപം പോക്കി ഞങ്ങളെ അതിനകത്ത് നിന്ന് വിടുവിക്കുന്ന യേശുവിന്റെ രക്തം ഞങ്ങളുടെ മേലോ ഞങ്ങളുടെ തലമുറകളുടെ മേലും വരുമാറാകട്ടെ. ഹല്ലേലൂയ, നമുക്ക് ഒരുമിച്ച് വിശ്വസിക്കാം. നമ്മുടെ ഭവനത്തിനകത്ത്, നമ്മുടെ തലമുറയിൽ ഈ വീണ്ടെടുപ്പ് അനുഭവിച്ചിട്ടില്ലാത്ത ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ
ഇനി ജനിക്കാനുള്ളതിന്റെ മേൽ കൂടെ. ഹല്ലേലൂയ. യഹൂദനത് വിളിച്ചു പറഞ്ഞപ്പോൾ അവന്റെ ജനിക്കാനുള്ള തലമുറയുടെ മേൽ പോലും ആ യേശുവിന്റെ രക്തം ഹല്ലേലൂയ കണക്കിട്ടെങ്കിൽ ഇനി ജനിക്കാനുള്ള തലമുറയുടെ മേൽ പോലും ഞങ്ങൾ ഹല്ലേലൂയ സ്തോത്രം ഇവിടെ ഇരുന്ന് ഇത് കൺഫസ് ചെയ്യുന്ന കർത്താവേ, അവരുടെ മേലത് വരുമാറാകട്ടെ. അതിക്രമങ്ങളുടെ മോചനം, വീണ്ടെടുപ്പ് നൽകുന്നവന്റെ രക്തം. എബ്രായ ലേഖനം 9-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം വായിക്കാം. ഒരുമിച്ച് പറഞ്ഞുകൊണ്ടിരിക്കണം. ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വിശ്വസ്ത സാക്ഷിയായവന്റെ രക്തം, ഹല്ലേലൂയ, മരിച്ചവരിൽ നിന്ന് ആദ്യജാതനായവന്റെ രക്തം, എന്നെ സ്നേഹിച്ചവന്റെ രക്തം, രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചവന്റെ രക്തം, ഹല്ലേലൂയ സ്തോത്രം, പാപം പോക്കിയവന്റെ രക്തം, അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പ് നൽകുന്നവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറകളുടെ മേലോ ഹല്ലേലൂയ എന്നേക്കുമായി ഞങ്ങൾ വിളിച്ചു വരുത്തി പ്രാർത്ഥിക്കുന്നു. എബ്രായ ലേഖനം 9-ാം അധ്യായത്തിലേക്ക് പോയേ 9-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം വായിക്കും. നിഷ്കളങ്കനായി അർപ്പിക്കപ്പെട്ട ക്രിസ്തുവിന്റെ രക്തം. യേശുവിന്റെ രക്തം എന്ന് പറയുന്നതിനേക്കാൾ ക്രിസ്തുവിന്റെ രക്തം എന്ന് പറയുമ്പോൾ ക്രിസ്റ്റോസ്, അഭിഷിക്തന്റെ രക്തം, ഛേദിക്കപ്പെട്ട അഭിഷിക്തന്റെ രക്തം, അത് നമ്മുടെ ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം മനസാക്ഷിയെ, നിർജീവ പ്രവൃത്തികളെ പോക്കി അധികം ശുദ്ധീകരിക്കുന്ന രക്തമാണ്. ചിലര് ഭയങ്കര പ്രവൃത്തിയാ കേട്ടോ, പക്ഷെ നിർജീവ പ്രവൃത്തിയാണ്. അതിനകത്ത് ജീവനില്ല. കാരണം ഈ രക്തത്തിനകത്താ ജീവനുള്ളത്. യേശുവിനെ കൂടാതെ ഇനി എത്ര വലിയ ആരാധന കഴിച്ചാലും അത് ആരാധനയല്ല. സ്തോത്രം. യേശുവിനെ കൂടാതെ ഇനി എന്തെല്ലാം ഫലം കൊടുക്കുന്നെന്ന് പറഞ്ഞാലും അത് ഫലമല്ല, അതൊരു നിർജീവ പ്രവൃത്തിയാണ്. ഇനി പെട്ടെന്ന് മനസ്സിൽ ഓർമ്മ വരുന്ന ഒരു വാക്യം ഹോശേയ പ്രവചനമുണ്ട്. ഹോശേയ പ്രവചനം 10-ാം അധ്യായത്തിൽ, ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ള ദൈവവചനം തന്നെയാണ്. 10-ാം അധ്യായത്തിൽ അതിന്റെ 1-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: ഇസ്രായേൽ ഈസ് ആൻ എംപ്റ്റി വൈൻ, ഹി ബ്രിങ്ങത്ത് ഫോർത്ത് ഫ്രൂട്ട് അൺടു ഹിംസെൽഫ്. തന്റെ ഫലത്തിന്റെ ബഹുത്വത്തിന് തക്കവണ്ണം ബലിപീഠങ്ങളെ വർദ്ധിപ്പിച്ചു, തന്റെ ദേശത്തിന്റെ നന്മയ്ക്ക് തക്കവണ്ണം ഭംഗിയുള്ള വിഗ്രഹസ്തംഭങ്ങളെ. ഇവന് പ്രവൃത്തിയുണ്ടോ? പ്രവൃത്തിയുണ്ട്. ബലിപീഠങ്ങളുടെ എണ്ണമെല്ലാം വർദ്ധിക്കുന്നുണ്ട്. പക്ഷെ ലുക്കിംഗ് അറ്റ് ദാറ്റ് പേഴ്സൺ or looking at that group, hallelujah, God is telling he is an empty wine. He is a wine, but he is an empty wine, bearing fruit unto himself. അവനവന് തന്നെ ഫലം ഉണ്ടാക്കുകയാണ്. സ്തോത്രം. ഇത്തരത്തിൽ നാം അറിയാതെ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ, ദൈവത്തെ ആരാധിക്കുവാണോ എന്ന് ചോദിച്ചാൽ ദൈവത്തെ ആരാധിക്കുകയാണ്. പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷേ നിർജീവമായ പ്രവൃത്തി, ആ നിർജീവ പ്രവൃത്തികളെ പോക്കി മനസാക്ഷിയെ ശുദ്ധീകരിക്കുന്ന രക്തം. ഇന്നത്തെ യൗവനക്കാരെയൊക്കെ ശ്രദ്ധിച്ചു നോക്കിയാൽ പലപ്പോഴും ഹൃദയത്തിന് ഭാരം തോന്നുന്ന ഒരു കാര്യം, ഭയങ്കര ബഹളവും ആരാധനയും ഇൻസ്ട്രുമെന്റ് വായനയും എല്ലാം ഉണ്ട്. പക്ഷെ അവർക്ക് ദൈവവുമായിട്ടുള്ള ഒരു ശരിക്കും യഥാർത്ഥമായിട്ടുള്ള ഒരു ബന്ധമുണ്ട്. ചിലരെയൊക്കെ കാണുമ്പോൾ ഐ ആം ആക്ച്വലി നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് പല കാര്യങ്ങളും കാണുമ്പോൾ എനിക്കൊരു തൃപ്തി തോന്നുന്നു. കാരണം ആ സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഉള്ള ആളല്ല താഴെ ഇറങ്ങുമ്പോൾ. ആ സ്റ്റേജിൽ നിൽക്കുമ്പോൾ ആരാധന ലീഡ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന വാക്കുകളല്ല താഴെ. സ്തോത്രം. പ്രവൃത്തിയുണ്ട്, പക്ഷെ നിർജീവ പ്രവൃത്തിയാണ്. സ്തോത്രം. ഞാൻ പറയുന്നത് ചർച്ചിന് വെളിയിലുള്ളവരുടെ കാര്യമല്ല, ഇതിനകത്ത് തന്നെയുള്ളു. ചർച്ചിന് വെളിയിൽ ഒത്തിരി നിർജീവ പ്രവർത്തി നാം ചെയ്തുകൊണ്ടിരുന്നു. അതിനകത്ത് നിന്ന് നമ്മുടെ മനസാക്ഷിയെ ഈ ബ്ലഡ് ക്ലെൻസ് ചെയ്താണ് ഇതിനകത്ത് കൊണ്ടുവന്നത്, അല്ലേ? ആണ്. ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടായിരുന്നു. ഇവരൊരു ക്രിസ്തീയ കുടുംബത്തിൽ തന്നെ ജനിച്ചിട്ട് പോലും എത്രയോ നിർജീവമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടായിരുന്നത്. പക്ഷെ എന്നാൽ അതിനകത്ത് നിന്ന്
ഈ രക്തം നമ്മളെ കഴുകി. അപ്പൊ നമുക്ക് ഒരുമിച്ചൊന്ന് ദൈവത്തോട് പറയാം, കർത്താവേ, വിശ്വസ്ത സാക്ഷിയുടെ രക്തം, നിഷ്കളങ്കനായവന്റെ രക്തം, എന്റെ മനസാക്ഷിയെ ശുദ്ധീകരിക്കുന്ന ഈ രക്തം നിർജീവ പ്രവൃത്തികളെ പോക്കി അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പ് നൽകുന്ന ഈ രക്തം എന്റെ മേലും എന്റെ തലമുറകളുടെ മേലും വരുമാറാകട്ടെ. സ്തോത്രം. നമുക്ക് പലപ്പോഴും നമ്മുടെ തലമുറകളെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അവര് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മളോട് വാദിക്കുമ്പം നമ്മൾ വായും പൊളിച്ച് നിന്നു പോകും. ഞാൻ ചിലപ്പോൾ കർത്താവിനോട് പറയും, കർത്താവ്, എനിക്ക് ഇവരെ ഒന്നും പറഞ്ഞ് ജയിക്കാനുള്ള കഴിവില്ല, അതങ്ങനെയല്ലേ ഇതിങ്ങനെയല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അയ്യോ കർത്താവ്, എന്തോ പറയണ്ടെന്നറിയത്തില്ല. അവരുടെ മനസാക്ഷിയോട് ഇടപെടാൻ കഴിയുന്നവന്റെ രക്തം, the blood of Jesus which cleanses our conscience. ആ മനസാക്ഷിയെ ശുദ്ധീകരിക്കപ്പെടുത്താൻ വേറെ ഒന്നിനും കഴിയില്ല കേട്ടോ. ചിലരുടെ മനസാക്ഷി ചില കാര്യങ്ങളൊക്കെ കണ്ടും കേട്ടും ലോത്തിനെ പോലെ വലഞ്ഞു പോയ നീതിമാൻ, ചിലതൊക്കെ കണ്ടും കേട്ടും ഒക്കെ അങ്ങ് ചിലരുടെ മനസാക്ഷി വേദനിച്ചും അങ്ങനെയൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. മടുത്തുപോയ മനസാക്ഷി, മടുത്തുപോയത്. പണ്ട് മനസാക്ഷിക്ക് നിരക്കാത്തതൊന്നും ചെയ്യത്തില്ലായിരുന്നു, പറയത്തില്ലായിരുന്നു, ചിന്തിക്കത്തില്ലായിരുന്നു. പക്ഷെ ജീവിതത്തിലെ കടന്നുപോയ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ചിലരുടെ മനസാക്ഷി അങ്ങ് മരവിച്ചു പോയി. അങ്ങനെയുള്ളവരില്ലേ? നമ്മൾ ചിന്തിക്കാറുണ്ട്, ദൈവമേ, ഇത്രയും കഠിനമായിട്ടൊക്കെ ഈ കുഞ്ഞ് സംസാരിക്കുമോ? ഇനിയൊന്നും ചെയ്യില്ലായിരുന്നല്ലോ, ഇത്തരത്തിലൊന്നും പറയുന്നതും ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതൊന്നും കണ്ടിട്ടില്ലല്ലോ. മനസാക്ഷി തീരെ ഇല്ലാതെ പോയി. ഒരുപക്ഷെ നമ്മുടെ കൂട്ടാളിയായിരിക്കാം, കുഞ്ഞുങ്ങളായിരിക്കാം, പ്രിയപ്പെട്ടവരായിരിക്കാം. അവർ കടന്നുപോയ ജീവിതത്തിന്റെ തിക്തമായ അനുഭവങ്ങളുടെ നടുവിൽ സംഭവിച്ചതാണ് അശുദ്ധമായി പോയി കേട്ടോ. ആ മുറിവുകൾ വേണ്ട വിധത്തിൽ കെട്ടപ്പെടാഞ്ഞത് കാരണം അത് മരവിച്ചു പോയിരിക്കുന്നു. അതവരെ കൊണ്ട് പാപം ചെയ്യിക്കുക. നമുക്ക് ഒരുമിച്ചെന്ന് പറയാമോ? ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. മനസാക്ഷിയുടെ നിർജീവ പ്രവൃത്തികളെ പോക്കി അതിനെ ശുദ്ധീകരിച്ച അതിനെ ജീവനിലേക്ക് കൊണ്ടുവരുവാൻ കഴിയുന്ന ക്രിസ്തുവിന്റെ രക്തം ഞങ്ങളുടെ മേൽ, ഞങ്ങളുടെ മനസാക്ഷിയുടെ മേൽ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ, ഞങ്ങളുടെ മക്കളുടെ മനസാക്ഷിയുടെ മേൽ ഹല്ലേലൂയ വരുമാറാകട്ടെ എന്ന് നാം യേശുവിന്റെ രക്തത്തിന്റെ ഈ പ്രത്യേകതകൾ തുടരുകയാണ്. സ്തോത്രം.